ദൈവവചന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരവസരം ലഭിച്ചതിന് ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഈ അവസരം ഒരുക്കി തന്ന നമ്മുടെ വികാരി അച്ഛൻ ജോൺ ജോർജ് അച്ഛൻ്റെ അഭാവത്തിൽ ജോൺ ജോർജ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇതോടൊപ്പം ഈ പള്ളിയുടെ ഭാരവാഹികൾ ഈ ഒരു അവസരം ഒരുക്കി തന്നതിനായിട്ട് അവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തു, ജീസസ് ഹു ട്രാൻസ്ഫോംസ് എന്നുള്ളതാണ്. പെട്രേത്ത ഇന്നത്തെ 50 നോയമ്പിന്റെ ആദ്യ ഞായറാഴ്ചയ്ക്ക് പറയുന്ന പേരാണ് പെട്രേത്ത. ഇതൊരു സുറിയാനി വാക്കാണ്. ഇതിന്റെ അർത്ഥം തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. തിരിഞ്ഞു നോക്കുക. 50 നോയമ്പെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയോ ഇന്നോ ഒന്നും വന്നതല്ല. വർഷങ്ങളോളം നമ്മൾ കടന്നു പോയതാണ് ഈ 50 നോയമ്പ്. 50 നോയമ്പ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിച്ചു എന്ന് നമുക്കൊരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. അതോ 50 നോയമ്പ് വന്നു പോയി, എൻ്റെ ജീവിതം അതുപോലെ തന്നെയോ? ഭൗതികമായിട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ആത്മീയമായി മാറി, ആത്മീയ അച്ചടക്കം പാലിച്ച്, നമുക്ക് ഇഷ്ടമുള്ള ആഗ്രഹമുള്ള സാധനങ്ങളെല്ലാം വർജിച്ച് ഉള്ള ഒരു ആത്മീയ അച്ചടക്കം പാലിച്ച് നിയന്ത്രിച്ച് ഉള്ള ഒരു ജീവിതമാണ് നമ്മൾ ഈ 50 ദിവസം കാഴ്ചവെക്കുന്നത്. പക്ഷേ നമ്മൾ ആ 50 ദിവസം കഴിയാൻ കാത്തിരിക്കുകയാണോ? ആ നോമ്പ് മുറിക്കുവാൻ കാത്തിരിക്കുകയാണോ? ചിന്തിക്കേണ്ടതുണ്ട്. ഈ 50 ദിവസത്തിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഈ 50 നോയമ്പിന്റെ ആത്മീയ അച്ചടക്കം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റുന്നുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ വന്ന് അങ്ങയെ ധ്യാനിക്കുവാൻ ലഭിക്കുന്ന നല്ല അവസരത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, വചനം അങ്ങയുടേതാണല്ലോ, അങ്ങ് വെറുതെ തരയണമേ. 50 നോയമ്പിന്റെ തുടക്കത്തിലാണല്ലോ കർത്താവെ അങ്ങ് ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾ ശ്രമിക്കുന്ന വാക്കുകൾ കർത്താവെ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അടിയന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായി തീരുമാനാകട്ടെ. ആമേൻ. ഒരു മകൻ അച്ഛനും ഭയങ്കര സ്നേഹത്തില് എല്ലാ ദിവസവും 5 വയസ്സുള്ള ഒരു മകനാണ്. അച്ഛനും ആയിട്ട് ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും അവർക്കൊരു ജിക്സോ പസിൽ ഭയങ്കര ഇഷ്ടമാണ് ആ കുഞ്ഞിന് കളിക്കാൻ. അപ്പോൾ അച്ഛൻ എപ്പോഴും ആ മകനാണ് ജിക്സോ പസിൽസ് കൊടുക്കും. അപ്പോൾ ആ മകൻ അത് സോൾവ് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ജിക്സോ പസിൽസ്. അപ്പൊ ആ മകൻ ഒത്തിരി സന്തോഷമാണ്. ഒരു ദിവസം അച്ഛന് ഭയങ്കരമായിട്ട് ഉറക്കം വരുവാണ്. അപ്പൊ അച്ഛൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവന് വളരെ കുറച്ച് നേരം അവർ അതിനകത്തോട്ട് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം ഈ മാപ്പ് ഉണ്ടല്ലോ, ഇന്ത്യയുടെ മാപ്പ് ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട്, അപ്പം ഒരു റഫ് പേപ്പറിൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അത് കീറി മുറിച്ച് അവന്റെ കൊടുത്തിട്ട് വന്ന് മോനെ ഇത് നീ അങ്ങോട്ട് ജിക്സോ പസിൽ പോലെ ഒന്ന് ജോഡിക്ക് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഓക്കെ പപ്പ എന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കും. ഏതായാലും ഒരു കുറച്ചു നേരത്തേക്ക് എനിക്ക് നന്നായിട്ട് തുറക്കാം എന്ന് വിചാരിച്ച് അവന് ഒരു 5 വയസ്സുള്ള ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ആ മാപ്പ് ഒന്നും കറക്റ്റ് രീതിയിലൊന്നും വെക്കാൻ പറ്റത്തില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ, ഇമ്പോസിബിൾ ആണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അദ്ദേഹം ഉറങ്ങാൻ പോയി. പക്ഷെ ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിന്നെ വന്നിട്ട് പറഞ്ഞു പപ്പ എല്ലാം റെഡിയായി വന്ന് നോക്കിക്കോളെ. അച്ഛനെ ചോദിച്ചിട്ട് നോക്കിയപ്പോ കറക്റ്റാ, അവനെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവനോട് ചോദിച്ചു മോനെ നീ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു പപ്പ ആ റഫ് പേപ്പറിന്റെ പുറകില് എന്റെ പപ്പയുടെ പടം ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ പപ്പയുടെ പടം ഞാൻ അത് കറക്റ്റ് ആയിട്ട് അത് ചോദിക്കാൻ എനിക്കത് മാപ്പ് കറക്റ്റായി. അതെ, ജീവിതത്തിൽ പലപ്പോഴും ഇമ്പോസിബിൾ എന്ന് വിചാരിക്കുന്ന, ഇനി അതിനകത്ത് ഒരു വഴിയുമില്ല എന്ന് ചിന്തിക്കുന്ന പല മൊമെന്റിലും ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് എന്റെ പിതാവിന്റെ അടുത്തുണ്ട് എന്നുള്ള ഒരു വിചാരം, ഒരു ചിന്ത, ഒരു ധ്യാനം എന്നിലുണ്ടെങ്കിൽ എനിക്കൊരു രൂപാന്തരം പ്രാപിക്കും. ഇന്നത്തെ നമ്മുടെ വചനത്തിന് ആസ്പദമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കിതൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള കാനായിലെ കല്യാണ വിരുന്നിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമുക്ക് കാണിക്കുന്നത്. ഈ ഒരു വേദഭാഗത്തിന് നമുക്ക് പലപ്പോഴും സുപരിചിതമാണ് എങ്കിലും ഈ ഒരു അധ്യായം നമുക്ക് രൂപാന്തരത്തിന്റെ അനുഭവത്തിലൂടെ ഒന്ന് കാണാം. ഒരു കല്യാണ വിരുന്നാണ്. ഒരു കല്യാണ വിരുന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും
സന്തോഷത്തിന്റെയും ആർഭാടത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു നിമിഷമാണ്. ആ സന്തോഷം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ബർത്ത്ഡേ പോലെ എല്ലാ വർഷവും വരുന്നതല്ല. കല്യാണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം മാത്രം വരുന്ന ഒരു അനുഭവമാണ്. അത് ഏറ്റവും മനോഹരമായിട്ട് അത് നടത്തിയെടുക്കാനാണ് ആ വീട്ടുകാരുടെയും ഒരു വലിയ സന്തോഷം. അതൊരു അഭിമാന നിമിഷമാണ്. ആ ഒരു കല്യാണം ആ ഒരു കാലഘട്ടത്തിൽ കാണാൻ നടക്കുന്നത് 7 ദിവസത്തെ ഒരു കല്യാണ വിരുന്നാണ്. മുഴുവൻ ഗ്രാമത്തിലെ ആളുകളും വരുന്നുണ്ട്. ഇവിടെ ഈ അഭിമാന നിമിഷത്തിൽ ആ വീട്ടുകാർക്ക് അപമാനം പോവുകയാണ്. കാരണം ആ കല്യാണത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീട് ആ കാലഘട്ടത്തില് അല്ല ഈ കാലഘട്ടത്തിലും നമ്മൾ കരുതിയിരിക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ഇന്നും അത് അപമാനത്തിന് കാരണമാണ്. ആ കാലഘട്ടത്തില് ആ വീട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിരുന്നിന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമായിരുന്നു വീടെന്ന് പറയുന്നത്. ഒരു പുതുക്കത്തിന്റെ അനുഭവമാണ്. അതില്ല എങ്കിൽ ആ ഭവനത്തിന് അതൊരു അപമാനമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിൽ പുറമെ വലിയ സന്തോഷവും ആർഭാടവും ഒക്കെ ആണെങ്കിലും ആ വീട്ടുകാരുടെ ഹൃദയം ഉരുകുകയാണ്. എന്ത് ചെയ്യും? കാരണം വീടെന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല. നേരത്തെ ഓർഡർ കൊടുത്തെങ്കിൽ മാത്രം. കാരണം വീടിന്റെ ഒരു ഗുണങ്ങൾ നമുക്കറിയാം. ഏറ്റവും കുറേ പഴക്കമുള്ള വീടിനാണ് കൂടുതൽ ഡിമാൻഡ്. അപ്പൊ പെട്ടെന്ന് ചെന്ന് ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും വീട് ഉണ്ടായി വരുന്നില്ല. അതുകൊണ്ട് ഓർഡർ കൊടുത്താലും പെട്ടെന്ന് കിട്ടത്തില്ല. സോ ഇംപോസിബിൾ ആണ്. ഇനി ആ വീട് തയ്യാറാക്കുക, ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് എല്ലാം വേണ്ടി വരുന്ന ദിവസങ്ങളിൽ കരുതി വെക്കാനുള്ള വീട് കൽപ്പിക്കുക എന്ന് പറയുന്ന ഓർഡർ ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇംപോസിബിൾ ആണ്. ഇനി എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അപമാനകാലം ഏതായാലും വരുമെന്ന് ഉറപ്പിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നത് കർത്താവിന്റെ അത്ഭുതം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്താണ് കർത്താവിന്റെ അത്ഭുതം അല്ലെ കർത്താവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞാൻ ഇംപോസിബിൾ എന്ന് വിചാരിക്കുന്നിടത്താണ് കർത്താവ് നമുക്ക് പോസിബിലിറ്റീസ് കാണിച്ചു തരുന്നത്. ഒന്നാമത്തെ നമ്മുടെ പോയിന്റ് ഹെൽപ്ലെസ്നെസ് അല്ലെ ഫെയിലിയർ എന്ന് പറയുന്നതാണ് കർത്താവിന് ആവശ്യം. ഞാൻ എന്റെ ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് വേറെ എന്തുമായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് അത് ഇട്ടുകൊള്ളാം. എന്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വരുമ്പോഴും മാക്സിമം ഞാൻ അത് എന്റെ ഒരു കഴിവ് കൊണ്ട് മാക്സിമം അത് നേടിയെടുക്കാനുള്ള ഒരു ഇതിൽ നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പക്ഷെ കർത്താവിന്റെ പ്രവർത്തനം വരുന്നത് ഞാൻ ഇനി എന്നെ കൊണ്ട് മുന്നോട്ട് അത് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല കർത്താവെ, എന്റെ മാക്സിമം ഞാൻ ഇട്ടു, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവെ, ഇനി അന്ന് നോക്കണം എന്ന് ഞാൻ സമർപ്പിക്കുമ്പോഴാണ് കർത്താവിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ഹെൽപ്ലെസ്നെസ് എന്റെ ഫെയിലിയർ ആണ് കർത്താവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശ്വാസം എന്നതിനെ കുറിച്ചാണ്. മാതാവിന്റെ പ്രതികരണമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. മാതാവ് ഇവിടെ പറയുന്ന ഒരു വലിയ അർത്ഥവത്തായിട്ടൊരു ജീവിത സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ആ കാനായിലെ ഭവനത്തിൽ ഇത്രയും സന്തോഷവും ആഹ്ലാദവുമായിട്ട് ഈ ഒരു വിരുന്ന് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു അപമാന പാഠം ആ കുടുംബത്തിന് സംഭവിക്കുമ്പോൾ നാട്ടുകാരോടും വീട്ടുകാരോടും ഈ സംഭവം പറഞ്ഞ് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള ഒരാളെ എടുത്ത് ആ പ്രശ്നം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രയാസം സ്വന്തം പ്രയാസമായി കണ്ട് അതിനൊരു പോംവഴി കാണുവാൻ ഏറ്റവും ശക്തനായവന്റെ അടുത്ത് ആ പ്രശ്നം അവതരിപ്പിക്കുകയാണ്. ഇവിടെ യേശു കർത്താവിന്റെ ആ ഒരു പ്രതികരണം വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. കാരണം യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നും കർത്താവിന്റെ പ്രതികരണം ആ ചോദിച്ച വ്യക്തിയോട് അത്രയ്ക്കൊരു സന്തോഷകരമല്ല എന്ന്. പക്ഷെ മനസ്സിലാക്കുക, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് കർത്താവിനോട്, ചില സമയത്ത് മറുപടി ഒന്നും ലഭിക്കാറില്ല. വളരെ താമസമാണ് കർത്താവ് ഒരു മറുപടി പറയുന്നതിന്. പലപ്പോഴും നമുക്ക് നീരസം തോന്നും, ഞാൻ ഇത്രയും കരഞ്ഞ് അപേക്ഷിച്ചിട്ട് കർത്താവെ നീ എന്തുകൊണ്ട് എന്നോട് പ്രതികരിക്കുന്നില്ല, എന്റെ പ്രയാസങ്ങളിൽ നിന്ന് നീ എന്തുകൊണ്ട് എന്നെ കരകയറ്റുന്നില്ല എന്ന്. പക്ഷെ മാതാവിന്റെ മനസ്സിന് ഒരു പ്രയാസവുമില്ല. തിരികെ ചെന്ന് അവർ ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ നിങ്ങളാൽ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. പൂർണ്ണ വിശ്വാസം. എന്റെ പ്രശ്നം ഞാൻ എന്റെ കർത്താവിനെ അറിയിച്ചു, എന്റെ കർത്താവ് അത് കേട്ടു, അതിന് ഏറ്റവും ഉത്തമവും സമർത്ഥവുമായിട്ടുള്ള ഒരു റെസ്പോൺസ് എന്റെ കർത്താവ് കഴിയും, അത് കർത്താവിന്റെ സമയത്ത് എന്റെ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് അവിടുന്ന് മാതാവ്
ജീവിതത്തിന് പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ആരെയാണ് സമീപിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പലരെയും സമീപിക്കും നമ്മുടെ ആശ്വാസം ലഭിക്കാൻ വേണ്ടി. അവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധിക്കണമെന്നില്ല. ഇത് സാധിച്ചാലും അവിടെ പബ്ലിസിറ്റിയാണ്, അല്ലെ? ഞാനാണ് അവരുടെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തത്. പക്ഷെ ഇവിടെ സംഭവിച്ചതല്ല. അത് എവിടെ നിന്നോ എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാരി ആകുന്നില്ല. എന്റെ പ്രശ്നം സോൾവ് ചെയ്തത് ആരാണ്? മാതാവ് യേശു കർത്താവിന്റെ അടുത്ത് എന്ന് പറഞ്ഞതാണോ, യേശു കർത്താവാണോ ചെയ്തത്? ഇതൊന്നും പുറംലോകം അറിഞ്ഞില്ല. ഒരു കൈ ചെയ്തത് മറ്റേ കൈ അറിയാതെ ഉള്ള ആ ഒരു കർത്താവിന്റെ വചനം അത് പ്രവൃത്തിയിലാണ് നമ്മളിവിടെ കാണുന്നത്. മറ്റുള്ളവരാരും അറിഞ്ഞില്ല. ഒരു പബ്ലിസിറ്റി വേണ്ടിയില്ല. അതായിരിക്കണം ജീവിതത്തിൽ. വിശ്വസിക്കുക കർത്താവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല. ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധം അത് ഞാനും കർത്താവ് ഇൻഡിവിജ്വലാണ്, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ചേർന്നുള്ളതല്ല. ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധം, എന്റെ പേഴ്സണൽ ബന്ധം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് ഇസ് ഫെയ്ത്ത്. കർത്താവുമായിട്ടുള്ള ഒരു ബിലീഫ് that God will help me, guide me in my life. മൂന്നാമതായിട്ട് ശുശ്രൂഷക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അവര് ദൈവം പറയുന്നത് യേശു കർത്താവ് പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന ആളുകളാണ്. ഇവിടെ യേശു കർത്താവ് പറയുന്നത് അവരോട് പറയുന്നത് 6 കൽപാത്രമാണ്. ആ കൽപാത്രങ്ങളിൽ 6 കൽപാത്രമാണ്. ഈ 6 കൽപാത്രം എന്ന് പറയുന്നത് ഈ ശുശ്രൂഷക്കാരുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കൽപാത്രത്തില് ഏകദേശം 80 ലിറ്റർ തൊട്ട് 120 ലിറ്റർ വരെ വെള്ളം നിറയ്ക്കാവുന്ന ഒരു കൽപാത്രമാണ്. അപ്പൊ 6 കൽപാത്രം എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു 500 തൊട്ട് 700 വരെ ലിറ്റർ വെള്ളം സംഭരിക്കാൻ സാധിക്കുന്ന ഒരു കൽപാത്രമാണ്. അപ്പൊ നിങ്ങൾ ഓർത്തോണം, ചുമ്മാ ഒരു വെള്ളം നിറച്ചുകൊണ്ട് വരാന്നുള്ള ഒരു ബോട്ടിലോ ഒന്നും അല്ല കർത്താവ് പറയുന്നത്. ഇങ്ങനെ ഒരു കൽപാത്രത്തിലാണ്. ഇത് ഈ സ്ഥലം എവിടെയാ? മരുഭൂമിയിൽ ഒരു വെള്ളം എന്നൊക്കെ പറയുന്നത് അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമൊന്നുമല്ല. അത് 700 ലിറ്റർ വെള്ളം ഒക്കെ നിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ആ സമയത്ത് കർത്താവ് പറയാണ്, നീ വക്കോളം അത് നിറച്ചിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പൊ ശുശ്രൂഷക്കാരുടെ ലോജിക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചോദിക്കാം, ഇത്രയും വെള്ളം വേണോ? കാരണം അവിടെയൊക്കെ ശുദ്ധീകരണത്തിന് യഹൂദന്മാര് ഭവനത്തിലോട്ട് കയറുമ്പോൾ അവരുടെ കാല് കഴുകി തുടയ്ക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചടങ്ങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുവേണ്ടി അവർ വെക്കുന്നതാണ് ഇത്രയും വെള്ളം എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്നിട്ട് പോലും അവരൊരു ശബ്ദം ചോദിച്ചില്ല. 2, വൈൻ ഉണ്ടാക്കുന്നവർക്കറിയാം, ഈ വെള്ളം ഒരിക്കലും അതിനകത്തൊരു കൂട്ടല്ല. വെള്ളം കൊണ്ട് അത് വൈൻ ഉണ്ടാകത്തുമില്ല. അപ്പോഴും അവർക്ക് പിന്നെയും ചോദിക്കാം, വെള്ളവും വൈനും നമ്മൾ എന്ത് ബന്ധം? ഞങ്ങൾക്ക് എന്തിനീ വെള്ളം നിറയ്ക്കണം? ചോദിക്കാം. വളരെ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവരതൊന്നും ചോദിച്ചില്ല. യേശു കർത്താവിനെ അവർക്ക് അറിയത്തുണ്ടോ എന്ന് പോലും അറിയത്തില്ല. കാരണം അതുവരെ ഒരു പരിസ്ഥിതി ശുശ്രൂഷയുടെ ഒരു അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചിട്ടുമില്ല. എങ്കിലും അവര് കർത്താവ് പറയുന്ന ചെയ്യാൻ പറഞ്ഞ പ്രവൃത്തി ചെയ്ത് കാണിക്കുകയാണ്. അതെ, കർത്താവ് പറയുന്നത് ഇതിന്റെ ലോജിക്കും കാര്യങ്ങളും ഒന്നും നോക്കിയല്ല. നമ്മുടെ പൂർണ്ണ സമർപ്പണമായിട്ട് നമ്മൾ രൂപാന്തരപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നത് അതുപോലെ അനുസരിച്ചാണ് അവിടെ അത്ഭുതം സംഭവിക്കുന്നത്. കാരണം ഇവിടെ അവർ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ അത്ഭുതം നടക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മളെ യൂസ് ചെയ്യുമ്പോൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. 4-ാമതായിട്ട് ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ റിന്യൂവൽ. ഇവിടെ വീഞ്ഞ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. വീഞ്ഞ് എന്നതിനെ കർത്താവ് കാണുന്നത് ഒരു പഴയ നിയമം അല്ലെങ്കിൽ പഴയ ഒരു മനുഷ്യനായ നമ്മളെ, വെള്ളം എന്ന് പറയുന്നത് പഴയത്. ഓക്കെ, വെള്ളം എന്ന് പറയുന്നത് ഒരു പഴയ കാലം അല്ലെങ്കിൽ പഴയ നിയമം ഉണ്ടായിരുന്നു. വീഞ്ഞ് എന്ന് പറയുന്നത് ഒരു പുതുക്കത്തിന്റെ അനുഭവമാണ്, ഒരു പുതിയ കൃപയാണ് അവിടെ നൽകുന്നത്. കാരണം ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് പഴയ നിയമത്തില് ഒരിക്കലും അത് മാറ്റുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഞാൻ 17-ാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അപ്പോൾ കർത്താവ് പഴയ നിയമത്തെ മാറ്റിയിരുന്നാലല്ല വന്നത്, അതിനൊരു പുതുക്കം കൊടുക്കാൻ, ഒരു പുതിയ കൃപ നൽകുവാനാണ് വന്നത്. നമ്മൾ പഴയ ഒരു മനുഷ്യനാണ്, അല്ലെ? പഴയ നമ്മൾ മനുഷ്യൻ അത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ ഒരു പുതുക്കം നമുക്ക് ആവശ്യമാണ്. ഈ നോമ്പ് കാലം നമ്മൾ
നമ്മളെ ഓരോ ദിവസവും പുതുക്കുവാനുള്ള ഒരു അനുഭവമാണ്. കർത്താവുമായിട്ടുള്ള രൂപാന്തരത്തിന്റെ ഭാഗമായി ഒരു പുതുക്കം അനുഭവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. കാനായിലെ കല്യാണത്തിന്റെ ഈ വിരുന്നിൽ വെള്ളം വീണാകുന്നത് ഈ അത്ഭുത പ്രവൃത്തി കർത്താവ് മനസ്സിലാക്കാത്തതോ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കർത്താവ് അവിടെ കൊണ്ടുവരുന്നത്. കാരണം കർത്താവിന്റെ നിയോഗം അല്ലെങ്കിൽ കർത്താവിന്റെ ഈ വരവെന്ന് പറയുന്നത് നമ്മളിൽ ഒരു പുതിയ കൃപ നൽകുവാനാണ്. പഴയതിനെ കളയുകയില്ല, പഴയതിനെ ഒന്നുകൂടെ പുതുതാക്കുന്ന ഒരു അനുഭവമാണ്. കർത്താവ് ഇവിടെ ചോദിക്കുന്നത് വലിയ ഗോൾഡൻ വെസലോ അല്ലെങ്കിൽ സ്വർണ്ണം കൊണ്ടുള്ളതോ അല്ലെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതൊന്നുമല്ല. സാധാരണ ഒരു പാത്രമാണ്, കൽപാത്രമാണ് ചോദിക്കുന്നത്. പക്ഷേ അത് ശൂന്യമായിരുന്നു. ആ കൽപാത്രത്തിൽ വേറെ ഒന്നും അവർ ഉപയോഗിച്ചിരുന്നില്ല. ആ കൽപാത്രം ശൂന്യമായ ഒരു കൽപാത്രമാണ് കർത്താവ് ചോദിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതവും കർത്താവ് ചോദിക്കുന്നത് നീ നിന്റെ കൂടുതൽ ലോചിക്കും എല്ലാം വിട്ടുകൊണ്ടല്ല, പൂർണ്ണമായിട്ടൊരു സമർപ്പണം. വക്കോളം വെള്ളം നിറയ്ക്കാനാണ് പറയുന്നത്. ഈ വക്കോളം വെള്ളം നിറയ്ക്കുക എന്ന് പറയുന്നത് പൂർണ്ണതയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവ് സൂചിപ്പിക്കുന്നത് ആ പൂർണ്ണമായിട്ട് നീ എന്നെ സമർപ്പിക്കുന്നത് എന്നോട്. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അതുപോലെ ഒരു കോമൺ സബ്സ്റ്റൻസ് ആയിട്ടുള്ള വെള്ളത്തെ കർത്താവ് ഒരു സെലിബ്രേഷന്റെ ഒരു വൈനാക്കി മാറ്റുവാൻ കർത്താവിന് കഴിവുള്ളതുപോലെ നമ്മളെ ആയിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായി കർത്താവിനെ നമ്മൾ സമർപ്പിച്ചാൽ കർത്താവ് അവിടെ ഒരു പൂർണ്ണത നമ്മളിലേക്ക് വരുത്തും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫുൾഫിൽമെന്റ്, അതായത് റിന്യൂവൽ ഓഫ് സ്പിരിറ്റ് എന്നാണ്. ഈ 6 എന്ന് പറയുന്ന നമ്പർ ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇൻകംപ്ലീറ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ശബത്ത് ദിവസം എന്താ? 7-ാം ദിവസം. കർത്താവ് എല്ലാ ക്രിയേഷൻ നടത്തുന്നത് 6 ദിവസം, 7-ാം ദിവസം വിശ്രമം. ഈ 7-ാം ദിവസമാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യേശു കർത്താവ് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും, ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള 6 എന്നുള്ള നമ്പറായി എടുക്കുന്നത്. അപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫെക്റ്റ് അല്ല, പക്ഷെ കർത്താവ് ഇംപെർഫെക്റ്റിനെയാണ് താല്പര്യപ്പെടുന്നത്. ആ ഇംപെർഫെക്റ്റിനെ പെർഫെക്റ്റ് ആക്കാനാണ് കർത്താവ് തന്നെ. അപ്പൊ നമ്മൾ വലിയ ക്വാളിഫൈഡ് ആണോ എന്നൊന്നുമല്ല. ക്വാളിഫൈഡ് അല്ലെങ്കിലും നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇനി 5-ാമതായിട്ട് അതിന്റെ ഫ്ലറിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വിക്ടറി എന്നുള്ളതാണ്. ഈ ഫ്ലറിഷ് ചെയ്യുക, ഈ അവസാനം ആ വീഞ്ഞ് കുടിക്കുന്ന വിരുന്നുവാഴി അറിഞ്ഞില്ല, വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു കൊടുക്കാതെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. അതെ, സൂക്ഷിച്ചു വെക്കുന്ന ആ വീഞ്ഞ് ഏറ്റവും മനോഹരമാണെന്ന് പറയുന്നു. കാരണം നമ്മുടെ ഹ്യൂമൻ ലോജിക് അനുസരിച്ച് ആദ്യം നമുക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും മനോഹരം. നമ്മുടെ ഹ്യൂമൻ ലോജിക് അനുസരിച്ച് ആദ്യം വരുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ രണ്ടാമത് വരുന്നത് അല്ലെങ്കിൽ പിന്നീട് വരുന്നത് അതിന്റെ ക്വാളിറ്റി കുറച്ച് കുറയും. അത് ഹ്യൂമൻ ലോജിക്. പക്ഷെ കർത്താവിന്റെ അനുഭവത്തിന് ആദ്യം വരുന്നതും ബെസ്റ്റ് ആയിരിക്കും, ഇനി അവസാനം വരുന്നതിനും ആ ബെസ്റ്റ് എന്നുള്ള ക്വാളിറ്റി കുറയുന്നില്ല. അതുപോലെ മുന്തിരിത്തോട്ടത്തിന്റെ കഥ നമുക്കൊക്കെ അറിയാം. മുന്തിരിത്തോട്ടത്തിന്റെ ജോലി ചെയ്യാൻ വരുന്ന ആ വേലക്കാരുടെ കഥയാണ്. ആദ്യം വരുന്നവര് ഹ്യൂമൻ ലോജിക് അനുസരിച്ച് ഫെയർ എന്ന് പറയുന്നത് ആദ്യം വരുന്നവർക്ക് അവര് പറഞ്ഞ ആ വേതനം കൊടുക്കുന്നു. കർത്താവ് 1 രൂപ അല്ലെങ്കിൽ എത്രയോ ആണ് രൂപ എന്ന് പറഞ്ഞാൽ ആ രൂപ കൊടുക്കാൻ കർത്താവ് തയ്യാറാണ്. എന്നാൽ 12 മണിക്കും 2 മണിക്കും ഇവൻ 4 മണിക്കും കയറി വരികയാണ്. അവർക്കും ജോലി കൊടുക്കുന്നു. അവർക്ക് കുറച്ച് ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കും കൊടുക്കുന്നു ഈക്വൽ സാലറി. അതെങ്ങനെ ശരിയാവും? ഏത് ഹ്യൂമൻ ലോജിക്കിലാണ് കർത്താവ് ഈ അൺഫെയർ ആയിട്ടുള്ളതിനെ ഫെയർ ആക്കി മാറ്റുന്നത്? പക്ഷെ അത് ചെയ്യുന്നത് കർത്താവ് ആയതുകൊണ്ട് അതിലൊരു ഫെയർനെസ് ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ എത്ര നോക്കിയാലും രാവിലെ ആ ചൂടത്ത് കിടന്ന് വെയിലത്ത് കിടന്ന് സഫർ ചെയ്ത് ആളുടെ ഒപ്പം ഒന്നും ആവത്തില്ല. 1 മണിക്കൂർ ജോലി ചെയ്യാണ്. പക്ഷേ ഒന്ന് ആലോചിക്കണം, ഈ എടുക്കുന്ന വർക്കേഴ്സിന്റെ ക്വാളിറ്റി. രാവിലെ വരുന്ന വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെയൊക്കെ ഉള്ള ആളുകളെ ആദ്യം വന്ന് എടുക്കുന്നത് ഏറ്റവും കരുത്തലും സ്ട്രോങ്ങും ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും ജോലിക്ക് എടുക്കുക. അല്ലാതെ കാലൊടിഞ്ഞ കൈയൊടിഞ്ഞ ആളുകളെയൊന്നും നമ്മൾ ജോലിക്ക് രാവിലെ പോയി എടുക്കാറില്ല. അപ്പൊ ഏറ്റവും മിടുക്കനെയാണ് രാവിലെ ഡിമാൻഡ് ഉള്ളത്. ഒരു 12 മണിയാവുമ്പോൾ കുറച്ചൊക്കെ ഉള്ള ആളുകളെയൊക്കെ അവിടെ മിച്ചമുള്ള ആർക്കും വേണ്ടാത്ത കുറച്ച് പേരെ കിട്ടും. 2 മണിക്ക് അതിന് ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ 4 മണി വരെ അവിടെ ആ വേലക്കാരങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ അവന്റെ വീട്ടിലും ഒരു കന്നി ഉണ്ടാക്കണം, അല്ലെ? അവന്റെ വീട്ടിലും ഒരു അടുപ്പുണ്ട്. ആ അടുപ്പ് കത്തണം. അതിന് ഇച്ചിരിയേലും ജോലി ചെയ്തെങ്കിൽ മാത്രമേ അവന്റെ വീട്ടിലെ അടുപ്പ് കത്തുള്ളൂ. ആരെങ്കിലും ഇച്ചിരിയേലും പൈസ തന്നതിനെ എടുത്താലോ എന്നോർത്ത് അവസാനം വരെ കാത്തിരുന്നവരാണ്
അവസാനം 4 മണിക്ക് അല്ലെ അവർക്ക് വീട്ടിൽ പോയി ഇനി ആരും എന്നെ എടുക്കത്തില്ല, ഒരു 4 5 ജോലി തിരിയുമായിരുന്നു, പിന്നെ അങ്ങനെ വീട്ടിലോട്ട് പോകും എന്നല്ല ഇച്ചിരിയേ ഒരു 10 പൈസയിലും കിട്ടിയാലും ആ ജോലി ഞാൻ ചെയ്യാം എന്നോർത്ത് നിൽക്കുന്നതാണ്. ചിലപ്പോൾ കാലൊടിഞ്ഞവരായിരിക്കാം, കൈയില്ലാത്തവരായിരിക്കാം, എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളവരായിരിക്കാം. അപ്പോൾ കർത്താവിന്റെ നിയമം ഫെയർ ആയില്ലേ? കാരണം ആ അടുപ്പ് കർത്താവിൽ ചിന്തിക്കാം. അപ്പൊ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ആ നാണയം ഇപ്പോൾ നമുക്ക് ഫെയർ ആയിട്ട് തോന്നും. കാരണം അതാണ് ഞാനായിരുന്നു ആ 4 മണിക്ക് പോയിരുന്ന വ്യക്തി, എനിക്കാണ് ആ ഡിഫക്റ്റ് ഉണ്ടായിരുന്നതെങ്കിൽ കർത്താവ് എന്നോട് കാണിച്ച കരുണ ഞാൻ അൺഫെയർ ആണെന്ന് പറയുന്നു. അതെ, ഈ ഒരു നോമ്പ് കാലത്ത് നമ്മൾ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഒരു ലഹരിയാണ് കർത്താവ്. ഈ ഒരു ജീവിതത്തിൽ വീട് കർത്താവാണ്. ആ വീട് ഉൾക്കൊണ്ട് ലഹരി ജീവിതം ഒരു വിരുന്നാണ്. ആ ജീവിതത്തിന് ലഹരി ഉള്ളവരായി തുടക്കത്തിൽ തുടങ്ങി ഇടയ്ക്ക് വെച്ച് ലഹരി എവിടെയൊക്കെയോ കളഞ്ഞു പോകുന്നവരല്ല. ഓരോ 50 നോയപ്പോൾ നമ്മളെ ആ ലഹരിയിൽ നമ്മളെ പുതുക്കുന്ന കർത്താവാകുന്ന ലഹരിയിൽ പുതുക്കുന്ന ജീവിതാന്ത്യം വരെ ആ ലഹരി നിലനിർത്തുന്ന ആളുകളായി നമുക്ക് കർത്താവിന്റെ നല്ല സാക്ഷികളായി മാറുവാൻ